Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ആനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇപ്പോൾ കണ്ണും പൂട്ടി പറയും നോൺ വെജ് ഏതെങ്കിലുമായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ പ്രേക്ഷകർ പറയുന്ന എല്ലാ കാര്യവും സത്യം തന്നെയാണ്. കാര്യം ഇപ്പോൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ എന്നാ പറഞ്ഞാൽ 10-20 വർഷമായില്ലേ നമ്മൾ തമ്മിലുള്ള ഒരു നല്ലൊരു ബന്ധമുള്ളത്. അതുകൊണ്ട് ഇനി ഞാൻ എന്നാ കള്ളം പറഞ്ഞാലും എന്നാ സത്യം പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് എന്നാന്നോ ഞാൻ ഇതുവരെ എൻ്റെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ തന്നെ എൻ്റെ ബേസിക്കലി എനിക്ക് ആരോടും ഒരു കള്ളം പറയാനോ പ്രവർത്തിക്കാനോ അറിയാൻ മേല. അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യം എന്നത്തിനാണ് പറഞ്ഞാൽ ഒരു ചെറിയൊരു നോൺ വെജ് റെസിപ്പിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയൊക്കെ ജാമ്യം എടുക്കുന്നത്. പക്ഷേ ജാമ്യം എടുത്തേ ഒക്കത്തുള്ളൂ. കാര്യം എന്നാന്നോ ഇത് ഒത്തിരി പേര് കാണുന്നുണ്ട്, ഈവൻ ബ്രാഹ്മിൻസ് എല്ലാവരും കാണുന്നുണ്ട്. അപ്പം പിന്നെ എനിക്ക് എന്നാന്നറിയോ അവരെല്ലാം എപ്പോഴും ഒന്ന് പരാതി പറയുവേ, ഈ ചേച്ചി എന്നാത്തിന് ഏത് നേരവും നോൺ വെജ് വയ്ക്കുന്നത്, വെജ് എന്നേലും വെക്കാൻ മേലേന്നൊക്കെ ചോദിച്ചു എന്നെ ഇങ്ങനെ അങ്ങ് പരാതിയാണ്. പക്ഷേ ഈ പരാതി ഞാൻ കേൾക്കുന്നത് സ്നേഹത്തോടെ തന്നെയാണ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. എന്നാന്നോ വരുന്ന ഗസ്റ്റ് അങ്ങനെയാണ്, അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന എന്നോടുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും ഇഷ്ടവും കൊണ്ടായിരിക്കാം ചേച്ചി ഇന്നത് മതിയേ എന്ന് വിളിച്ചു പറയും. അപ്പം എന്നാ നമ്മൾ അതനുസരിച്ചല്ലേ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം എന്നാ ഇല്ല മോളെ ഇതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ മനസ്സിനകത്ത് ഒരു വിഷമം വരികയല്ലേ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗസ്റ്റ് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാ നോക്കിക്കോ. ഇതിപ്പോൾ ഏകദേശം 1 കിലോ വരുന്ന ചിക്കനാണേ. നെക്സ്റ്റ് കുറച്ച് പുളിയില്ലാത്ത തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഒരു 2 സവാള, ഒരു മുഴുത്ത ടൊമാറ്റോ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇച്ചിരി വെളുത്തുള്ളി. ഒരു ഇച്ചിരി വെളുത്തുള്ളി എന്ന് പറയുമ്പം ഒരു വലിയ അല്ലിയാണെങ്കിൽ ഒരു 8 എണ്ണം എടുത്തോയേ. കുറച്ച് ജീരകപ്പൊടി. ഇത് ഉണ്ടാക്കാൻ പോകുന്ന നെയ്യിലാണ്, അതുകൊണ്ട് കുറച്ച് നെയ്യ്, കുറച്ച് പച്ചമുളക്, കുറച്ച് പുളി പിഴിഞ്ഞതാണ്. ഇത് ഇച്ചിരി കട്ടിക്ക് പിഴിഞ്ഞ് വെച്ചേക്കുക. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിന് വേണ്ടിയത്. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നും മാരിനേറ്റ് ചെയ്യാനില്ല, ഒരു ഇച്ചിരി സാധനങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ ശുഭമായിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് മഞ്ഞപ്പൊടിയെ തുടങ്ങാം. കുറച്ച് മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പും, ഇത്രയും ചിക്കനെ പിടിക്കാനുള്ള ഉപ്പ്. പക്ഷെ എന്നാൽ നമ്മൾ ഗ്രേവിയിൽ ഒരു ഇച്ചിരി ഉപ്പിടുന്നുണ്ട്, അതുകൊണ്ട് അത്രയും വേണ്ട. പിന്നെ നമ്മുടെ ഈ ചിക്കൻ, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി തൈര്, മഞ്ഞപ്പൊടിയും തൈരും ഉപ്പും കൂടെ നല്ല അസലായിട്ട് നമ്മുടെ ചിക്കനേൽ അങ്ങോട്ട് പുരട്ടി വെക്കുക. ഈ സത്യം പറഞ്ഞാൽ മഞ്ഞപ്പൊടിയൊക്കെ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞ ചുവയ്ക്കും. അത്രയും വേണ്ട, കുറച്ച് പുരട്ടിയാൽ മതി. ഈ മഞ്ഞപ്പൊടി പുരട്ടിയത് അവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് പാൻ വെച്ചേച്ച് ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും എണ്ണ ഒഴിച്ചിട്ടല്ല, നെയ്യ് ഒഴിച്ചേച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ്, ഒരു 2-2.5 ടീസ്പൂണോളം നെയ്യ് വേണം. ഇപ്പം നിങ്ങളിത് ടി വി കൂടെ കാണുമ്പോഴത്തേന് ഞാൻ ഏതാണ്ട് ഒത്തിരി നെയ്യ് ഇടുന്ന പോലെ തോന്നും, പക്ഷെ ഒന്നുമില്ല. വേണ്ട, എൻ്റെ ടീസ്പൂൺ കണ്ടോ, ഇതിനൊരു 2.5 ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത് ഒരു നല്ലോണം ചൂടാവുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മുടെ ഈ വെളുത്തുള്ളി ഒന്നെങ്കിൽ ചതച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അരിഞ്ഞെടുക്കാം. ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എന്നാ പറയുക, നല്ലോണം അരച്ചെടുക്കാം. പേസ്റ്റ് ആയാലും മതി, വെളുത്തുള്ളി മാത്രം മതി. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഞ്ചി ഇതിനധികം വേണ്ട. ഇനി ഈ ഉള്ളി നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളി ഇതിനകത്തോട്ട് അങ്ങ് ഇടാം. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല അസലായിട്ട് വഴന്നു വരണം.
വഴന്ന് ഇൻ ദ സെൻസ് മീൻസ് നല്ലോണം ഉപ്പൊക്കെ ഇച്ചിരി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതൊന്ന് ഇച്ചിരി പെട്ടെന്ന് മൂക്കാൻ എളുപ്പമാണ്. ഇച്ചിരി ഉപ്പൂടെ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുക. അന്നേരം ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. ഈ ചിക്കൻ കറി വെക്കുമ്പോൾ ആക്ച്വലി എന്നാണെന്നറിയാമോ, നമ്മുടെ ഈ മല്ലിപ്പൊടി, മുളക്, എന്നാ പറയുക, ജീരകം, ഗരം മസാല ഇതെല്ലാം തനിയെ എടുക്കണം. അതായത് പൊടിച്ചതല്ല, മല്ലി, മുളക് എന്ന് പറഞ്ഞിട്ട് തനിയെ എടുത്തേച്ച് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ അങ്ങ് ചേർക്കാം. അപ്പം എന്നാന്ന് വെച്ചാൽ ആ പച്ചച്ചോവ അങ്ങ് മാറുമല്ലോ. അതല്ല നമ്മൾ തനിയെ എടുത്താൽ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ഒരുമിച്ച് അരച്ചേച്ചാൽ മതി. അത് നല്ലോണം ചതച്ച് അതിനകത്തോട്ട് അങ്ങ് ചേർത്ത്, ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് എന്നാ പറയുക അരച്ചല്ല ചേർത്തേക്കുന്നത്, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ മൂക്കേണ്ട ഒരു സാധനമാണ് പച്ചമുളക്. അപ്പോൾ പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർക്കാം. പച്ചമുളക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു 3-4 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് എരിവ് എങ്ങനെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത് കണക്കാക്കി ചേർത്തോണം. പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേരേണ്ട ഒരു സാധനമായിരുന്നു കറിവേപ്പില. ഇന്ന് എൻ്റെ ഫ്രിഡ്ജിനകത്ത് ഒരുപാടില്ലാത്തതുകൊണ്ട് എൻ്റെ കറിയിൽ ഇന്ന് ഇച്ചിരി കറിവേപ്പില കുറവായിരിക്കും. ഇതൊരു ഇച്ചിരി നല്ലതായിട്ട് മൂക്കണം. അതായത് നമ്മുടെ സവാള ഒരു ബ്രൗൺ കളർ ആവണം. ആയാൽ മാത്രമേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സവാള മുഴുവൻ മൂത്തതിന് ശേഷമായിരുന്നു ഞാനിപ്പോൾ പൊടി ചേർക്കാൻ പോകുന്നത്. അതല്ല നമ്മൾ ഇനിയിപ്പോൾ പച്ചമല്ലി അങ്ങനെ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ വഴറ്റുന്ന സമയത്ത് തന്നെ ഇപ്പുറത്തൊരു പാത്രം വെച്ചേച്ച് മല്ലി, മുളക് ഇതെല്ലാം അങ്ങോട്ട് വറുത്തേച്ച് വെളുത്തുള്ളിയുടെ കൂടെ അരച്ചെടുത്തേച്ചാലും മതി. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതായത് ഞാനിപ്പോൾ ചെയ്ത പോലെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചേച്ച് ഇതിനകത്തോട്ട് ചേർക്കുക, നല്ലോണം മൂപ്പിക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊടികളാണ്. അതായത് നേരത്തെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പൊടികളാണ് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചിക്കനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടിയത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയായിരുന്നേ, അതുകൊണ്ട് അത്ര എരിവ് കാണുകയില്ല, പക്ഷേ നല്ല നിറം കിട്ടും. പിന്നെ വേണ്ടിയത് അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ഇച്ചിരി ഗരം മസാല, അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ജീരകപ്പൊടി. ജീരകപ്പൊടി ഏകദേശം 1 ടീസ്പൂണോളം ഇടാം. ഇഷ്ടമാണെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാം. കണ്ടോ, ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇതിനകത്തോട്ട്. ഇനിയാണോ അടുത്ത പണി എന്നാന്നോ, ഈ ടൊമാറ്റോ കംപ്ലീറ്റ് ആയിട്ട് ഈ അരപ്പുമായിട്ട് ചേർന്ന് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കുഴഞ്ഞ ഒരു ഗ്രേവി വരികയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നാവണം. കണ്ടോ, ഇപ്പം തന്നെ അതിങ്ങനെ കുഴഞ്ഞു വരുവാണേ. നമ്മുടെ എണ്ണ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടാണ്, നമ്മൾ ആദ്യം പറയുന്ന കൂട്ട് തന്നെയാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ ഈ പറഞ്ഞ പോലെ എണ്ണ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഒത്തിരി അങ്ങ് ഒഴിച്ചേക്കല് പിന്നെ അത് വറ്റിച്ചെടുക്കാനൊക്കെ പ്രയാസമാണ്. കണ്ടോ, നമ്മൾ ചേർക്കുന്നതൊക്കെ ആ വെള്ളം അങ്ങ് ഇതിലങ്ങ് എന്നാ പറയുക നല്ലോണം പിടിക്കുക. പിടിച്ചേച്ച് അതങ്ങ് ഈ പറഞ്ഞ പോലെ നല്ല പേസ്റ്റ് പരുവത്തിനായിക്കൊണ്ടിരിക്കുവാണ്. കണ്ടോ, ആ എണ്ണ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ എണ്ണ നെയ്യ് ഒഴിച്ച നെയ്യെല്ലാം ഇങ്ങനെ എന്നാ പറയുക അരിയിലെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ച് അതങ്ങ് തെളിഞ്ഞു വരുക. ഇതിപ്പോൾ ഏകദേശം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ഡീപ്പ് ബ്രൗൺ ആയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ആ നെയ്യെല്ലാം തെളിഞ്ഞു വരുവാന്നേ.
അതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറഞ്ഞു തരുന്നത് എന്നാന്നോ, നമ്മൾ ആ ചേർത്തേക്കുന്ന നെയ്യെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് എണ്ണ തെളിയും നമ്മുടെ ആ അരപ്പിനകത്ത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചേക്കുന്ന ഇറച്ചി ഇടുവാണേ. ഈ ഇറച്ചിക്കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഒരു തൈര് ചേർത്ത് വെക്കുവാണെങ്കിൽ ഇറച്ചി നല്ല സോഫ്റ്റ് ആവും. അത് രണ്ടാമത്തെ ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. പിന്നെ ഇറച്ചി പെട്ടെന്ന് വേവാനായിട്ട് അത് സഹായിക്കും. ഇതുവരെ ഞാൻ ഉപ്പ് നമ്മുടെ ഉള്ളി വഴറ്റാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ഇച്ചിരിയും കൂടി വേണം. മണം വന്നപ്പോഴത്തേനും ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടോ എന്നൊരു സംശയം. എന്നാലും ഒത്തിരി ഇടുകയില്ല, ഇച്ചിരി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിയിലയും കുറച്ച് കരിയാപ്പിലയും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി പുളി. ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചേക്കുക. ചുരുക്കം പറഞ്ഞാൽ ഒരുപാട് പുളിയുടെ സാധനങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അതായത് തൈര്, ഈ പറഞ്ഞ പോലെ ടൊമാറ്റോ, വേണ്ട ഇപ്പം ഏതും പോരാത്തതിൽ പുളിയും കൂടെ പിഴിഞ്ഞു വെച്ചു. ഇനി ഇതിനകത്ത് ഒന്നും ചേർക്കാനില്ല. ഈ പറഞ്ഞ പോലെ ആ ഒരു ഇറച്ചിയിൽ നിന്ന് ഊറുന്ന വെള്ളം വെച്ചേച്ച് നല്ലോണം ഒന്ന് വേവിച്ച് പുരട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ചാറോട് നല്ല കുറുകിയ ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതെന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇതിൻ്റെ കൂടെ നെയ്ച്ചോറോ അല്ലെങ്കിൽ തേങ്ങാച്ചോറോ അപ്പമോ പത്തിരി നല്ലതാ, പിന്നെ എന്താ പറയുക നെയ്പത്തിരി നല്ലതാ. ഇതൊക്കെ നല്ല ടേസ്റ്റ്. ഇത് ഏത് കഴിച്ചാലും ഉണ്ടല്ലോ നല്ല ചൂടോടെ കഴിക്കാം. ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്തായാലും നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ ചെറിയ സിമ്മേ വെച്ചേച്ച് വേണം ഇറച്ചിക്കറി ബാക്കിയും കൂടെ വേവിച്ചെടുക്കാൻ. കാര്യം ഇതിനകത്ത് നമ്മൾ ഇഷ്ടംപോലെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടം ഇറച്ചി നൂറുന്ന വെള്ളവും ഈ അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്നും കുറേ വെള്ളം വരും. അതിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു ഇറച്ചിക്കറിയുടെ സ്വാദ് ഒരു പ്രത്യേകമാണ്. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മുടെ ഗീ റോസ്റ്റിൻ്റെ ചിക്കൻ കറി ഇവിടെ, ഗീ റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഗീ വെച്ചിട്ട് അതായത് നെയ്യ് വെച്ചിട്ടുണ്ടാക്കിയ ചിക്കൻ കറി റെഡിയാണ്. അതിൻ്റെ മണമൊക്കെ ഭയങ്കര എന്താ പറയുക ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനേ ഒക്കത്തുള്ളൂ, അല്ലാതെ ആസ്വദിക്കാൻ ഒക്കെയല്ല. പക്ഷെ എന്നാലും വാക്കാൽ കൂടി നമുക്ക് ആ എന്താ പറയുക ആ മണം എത്തണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ തേങ്ങാച്ചോറ് ഇന്ന് ബേസിക്കലി അത് ഇച്ചിരി ഒരു വൈറ്റ് കളറാണ്. പക്ഷേ ഇതിനൊരു ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇത് ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നേരം പോവും. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് പോകുന്ന ഒരു കാര്യമാണ് പാട്ട്, അല്ലേ? ആനീസ് കിച്ചൺ ശരിക്കും ഒരു മ്യൂസിക്കൽ നൈറ്റ് ആക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ മലയാളികളുടെ ഏറ്റവും എന്താ പറയുക നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആഴം പിടിച്ച രണ്ട് വ്യക്തികളാണ് ആനീസ് കിച്ചണിൽ വരുന്നത്. മ്യൂസിക്കൽ കപ്പിൾസ്, അതായത് ഫൈസലും ഷിക്കയുമാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം കുറേ നാളായിരുന്നു നമ്മുടെ ആനീസ് കിച്ചണിൽ പാട്ടൊക്കെ കേട്ടിട്ട്. അന്നേരം എത്രയും വേഗം ഇനി ഒരു സെക്കൻഡ് പോലും സമയം കളയാതെ അവരെ ആ മ്യൂസിക്കൽ കപ്പിൾസിനെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കാം. ഫൈസൽ, നമസ്തേ, ഹാർട്ടി വെൽക്കം. എന്നോടൊന്നും ചോദിക്കാനും വർത്താനം പറയാനും ഒന്നുമില്ലേ? ഉണ്ടോ? എന്നാ പിന്നെ നമുക്ക് ഇരുന്നോണ്ട് വർത്താനം പറയാം. ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്കേ ഞാൻ വലിയൊരു പ്രതീക്ഷയാണ് കൊടുത്തേക്കുന്നത്. എന്നാന്നറിയാവോ, കുറച്ച് നാളായിട്ട് ഞങ്ങൾ പാട്ട് കേൾക്കുന്നില്ല. എന്നോ മൂകത എന്നറിയാവോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ മ്യൂസിക് കപ്പിൾസാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ നൈറ്റ് ഒരു മ്യൂസിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ നൈറ്റ് ഒക്കെ ആക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സഹകരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇല്ലേ? ഒരു മ്യൂസിക് ഉണ്ടെങ്കിൽ എന്ത് രസമല്ലേ? ഈവൻ എന്നാ പറയാ, അതിന് വേർഡ്സ് ഇല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഫുൾഫിൽ ചെയ്യാനില്ല. എം ടി പ്ലേസസ് പോലും ഫില്ല് ചെയ്ത് പോകുന്ന ഒരു മരുന്നാക്കാം. നമുക്ക് റിലാക്സേഷൻ ആണ്. മ്യൂസിക്കിന് വേർഡ്സ് ഇല്ല അല്ലേ? ആൻഡ് ഹൗ യു ഓൾ എക്സ്പ്ലെയിൻ ദാറ്റ്? ഇത്രയും ശരിക്കും മ്യൂസിക്കിനോട് ഇത്രയും ഇഷ്ടമായതും ഒക്കെ എങ്ങനെയാ? കുഞ്ഞു ചെറുപ്പത്തിലെ മുതൽ
അച്ഛനമ്മയൊക്കെ പാട്ട് പാടും? വാപ്പമ്മയും എന്റെ വാപ്പമ്മയും ഇവളുടെ അമ്മയൊക്കെ എന്റെ അമ്മ പാട്ട് പാടും. ചെറുതായിട്ട് പാടും. പിന്നെ നമ്മളെക്കാളും കൂടുതൽ ഇഷ്ടം അവർക്കായതുകൊണ്ടാണ് ചെറുപ്പത്തിലെ നമ്മളെ ആ വഴിക്ക് തിരിച്ചു വിട്ടത്. എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്വപ്നം നിങ്ങളിൽ കൂടി കാണാൻ കറക്റ്റ് ഗൈഡ് ചെയ്തു. നമ്മള് ഈ ചെറിയ പ്രായത്തിലൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല കളിച്ചടക്കുന്നത്. ഞാനൊക്കെ വെച്ചാൽ ഈ ക്രിക്കറ്റ് കളിയായിരുന്നു കൂടുതൽ ഇഷ്ടം. പാട്ട് പഠിപ്പിക്കാൻ വിട്ടാലും പകുതി വെച്ച് നേരെ ഡൈവേർട്ട് ചെയ്ത് കളിക്കാൻ പോകും. പക്ഷെ അപ്പോഴും പിടിച്ചു നിർത്തി തല്ലി കൊണ്ട് പാട്ട് ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തി ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വില മനസ്സിലാവണം. അന്ന് പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ അന്നേരം അരിശപ്പെട്ടില്ലേ? പിന്നെ നമുക്ക് സങ്കടം വരും, എന്നാലും അവര് വീണ്ടും പിടിച്ച് വലിച്ച് വടിയായിട്ട് പക്ഷെ അപ്പൊ ഒരു കാര്യം ഞാൻ ഇന്നിവിടെ ഉറപ്പിക്കാം. എന്നാന്നോ, ശരിക്കും ഞാനൊക്കെ ചിന്തിച്ചെന്നാന്നറിയാം, എന്റെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആന്നേല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തല്ലിപ്പിടിച്ച് കൊണ്ടുപോകാന്നേല് അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് അങ്ങ് അരിശം പിടിക്കുകയല്ലേ. പിന്നെ ഞാൻ വിചാരിക്കും എന്നത്തിന് വെറുതെ അപ്പനും അമ്മയും മക്കള് ശത്രുക്കളാവുന്നതിലും എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇനി അങ്ങനെ ചെയ്യണ്ട എന്നുള്ളത് തോന്നുന്നു. കഴിവുണ്ടെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ മോന് കഴിവുണ്ട് എന്നുള്ളത് എപ്പോഴേലും പാടിയോ? നമ്മള് ഈ 3ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവത്തിലൊക്കെ പാടില്ല. അപ്പോൾ ചെറിയ എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ തന്നെ ഈ കവിത, ഈ അറബിക് റെസിറ്റേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അറബിക് ഉമ്മച്ചിരുത്തി പഠിപ്പിക്കും. അപ്പോൾ ഞാൻ പാടുമ്പോൾ അതിലെന്തോ ഒരു ഇതിനൊരു കഴിവുള്ളവനാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അതെ, നമുക്ക് പക്ഷെ അന്നും കളിയാണ് ജ്വരം. അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടിയാണ് കുറെ നാളൊക്കെ ക്ലാസ്സിൽ പോയത്. പക്ഷെ ആ കഴിവുള്ളത് കൊണ്ടാണ് തല്ലിക്കൊണ്ട് പഠിപ്പിച്ചത്. പക്ഷെ അത് കുറെ നാൾ കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പൂമരം വെച്ച് അങ്ങ് തുടങ്ങാം. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഏത് മലയാളിയുടെ നാവിലാണ് ഈ വാക്കുകളില്ലാത്തത് അല്ലെ? പിന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു ആ പാട്ട്. ശരിക്കും അതിന്റെ ലിറിക്സ് മോനാണോ എഴുതിയേ? അല്ല, ലിറിക്സ് ഇത് പണ്ടേ മുതലുള്ള ഒരു വൈത്താരി. ഇതിന്റെ കറക്റ്റ് ലിറിക്സ് എഴുതിയ ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള നമുക്ക് സംശയമാണ്. ഇത് പണ്ട് ഈ കടലിലേക്ക് പോകുമ്പോ, ഈ മത്സ്യബന്ധനത്തിന് പോകുമ്പോ അവര് പാടിക്കൊണ്ടിരുന്ന ഒരു, പക്ഷെ ട്യൂണൊന്നും ഇങ്ങനെയല്ല. ട്യൂൺ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ആളും അങ്ങനത്തെ ഒരു ഈ ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇവര് ഈ മത്സ്യബന്ധന വല വലിക്കൂലേ, അപ്പൊ അവരിങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സംഭവം. നമ്മളിപ്പോ ഒരു സാധനമൊക്കെ വെയിറ്റ് ഉള്ളൊരു സാധനം കുറെ ഗ്രൂപ്പ് ചേർന്ന് നമ്മളത് പൊക്കുമ്പോ അതിന്റെ ആ ഒരു ഹാർഡ്നെസ് ഒരു എല്ലാവരും കൂടി ആവേശം കാണും. അപ്പൊ അങ്ങനെ പാടിയൊരു പാട്ടാണെന്നാണ് ഇതിന്റെ ഒരു സംഭവം, വെപ്പ്. പക്ഷെ നമുക്കതിങ്ങനെ ഓരോരുത്തരൊക്കെ കൈമാറി വന്നതാണോ? ഇത് കൈമാറി ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഇയർ ചേർന്നപ്പോൾ ആ ഒരു കൊല്ലത്തിന് ഒരു 10 കൊല്ലം മുമ്പ് അവിടെ പഠിച്ചിരുന്ന ഒരു ചേട്ടൻ ആള് കൊണ്ടുവന്ന പാട്ടാണ് ഈ കോളേജിൽ. അപ്പോൾ കോളേജിലും ആൾക്കാർ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ട്യൂണിലൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വരികൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര സ്ട്രൈക്കായി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു ട്യൂൺ ചെയ്ത് വെച്ചു ഈ പാട്ട്. ഈ വരി കേട്ടപ്പോഴും ഇത്ര മെലഡിയസ് ആയിരിക്കണം ഈ ട്യൂണ് എന്നുള്ളത് സാധാരണ അങ്ങനെ ഒരു ഭയങ്കര മെലോഡിയസ് ആയിട്ട് പാടുന്ന ഒരു പാട്ടല്ലായിരുന്നു. അതിങ്ങനെ ഒരു ഇത് രണ്ടും എക്സ്ട്രീം അല്ലേ ശരിക്കും? റിയൽ ആയിട്ട് കേൾക്കുന്നത് നമ്മള് പിന്നെ ഞാൻ ഗിറ്റാർ വായിച്ച് ഇങ്ങനെ പാടുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മൾ. അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ പാട്ടുകൾ ഫ്രണ്ട്സായിട്ട് ഇന്ന് ജാം ചെയ്യും. നമ്മളപ്പോ ഇങ്ങനെ ഓരോരോ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ഭയങ്കര മൂഡാണ്. അപ്പോൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വേറെ പാട്ടുകളൊക്കെ ഇങ്ങനെ ചുമ്മാ ട്യൂണൊക്കെ മാറ്റി പാടും. നമുക്ക് നമ്മുടെ ഐഡിയയിൽ ഒറിജിനൽ സോങ്സ് ആയാലും ചില നല്ല പാട്ടുകളല്ല, അല്ലെങ്കിലും ഓരോ ചില പാട്ടുകളൊക്കെ നമ്മൾ ചെറിയ ട്യൂൺസൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി സൂത്തിങ് ആയിട്ട് പാടാൻ പറ്റുന്നൊക്കെ നോക്കും. അപ്പം അങ്ങനെ ഈ പാട്ട് എനിക്ക് എൻ്റെ വായിലിങ്ങനെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ അതൊരു മെലഡി ആക്കി പാടിയാലോ. ഞാൻ ഈ ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ ഭയങ്കര സ്ലോയിലൊക്കെ പാടി നോക്കും. എത്ര ഫാസ്റ്റ് നമ്പേഴ്സ് ആയാലും അതിലൊരു മെലഡി ഉണ്ടെങ്കിലാണ് അത് നിലനിൽക്കുള്ളൂ. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരുപാട് ഫാസ്റ്റ് നമ്പർ പാട്ടുകളായാലും
അതില് ഒരു മെലഡി ഉണ്ടാവും. കേൾക്കാൻ പറ്റണമെങ്കിൽ കുറച്ച് മെലഡി മെലഡി ഉണ്ടെങ്കിൽ അത് എന്നും നമുക്ക് കറക്റ്റ് ആണ്. നമ്മൾ സ്ഥിരം കേൾക്കുന്ന പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ അത് ചെയ്ത ജനറേഷനിൽ ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല. എന്നാലും ഇപ്പൊ ജനിക്കുന്ന കുട്ടികളായാലും അത് ലൂപ്പ് ചെയ്ത് കേട്ടോണ്ടിരിക്കും. കറക്റ്റ് അല്ലേ? ആ ട്യൂണിന്റെ മെലഡിയുടെ ഞാൻ പറഞ്ഞ അത് എവർഗ്രീൻ ആണ്, എപ്പോഴും പോത്തേയില്ല. ഇത് ആക്ച്വലി ശരിക്കും ഈ ലിറിക്സ് നമ്മുടെ കയ്യിലുണ്ട്, മ്യൂസിക് മോന്റെ വന്നു. ശരിക്കും ആ ഫിലിമിലേക്ക് ഇത് എത്തുന്നത് എങ്ങനെയാ? ഫിലിമിലേക്ക് വെച്ചാൽ ഞാനത് ചെറിയ മ്യൂസിക് ചെയ്ത് ചുമ്മാ അങ്ങനെ വെച്ച് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇരിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയണം നല്ല രസമുണ്ട് ഇത് കേൾക്കാൻ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആൽബം പോലെയോ അങ്ങനെ ചെയ്താലോ. അപ്പോൾ നമ്മൾ ആ ടൈമിലേക്ക് ഫിലിമിലേക്ക് എത്തിയിട്ട് ഫിലിമാണ് മ്യൂസിക് ഡയറക്ഷനാണ് താല്പര്യം, പക്ഷേ എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഇതിൻ്റെ ഈ പൂമരത്തിൻ്റെ സംവിധായകൻ എബ്രിഡ് ഷൈൻ അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുമുട്ടണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇതെൻ്റെ ഫ്രണ്ടാണ് ഫൈസൽ ആളിങ്ങനെ. അപ്പം ഞാൻ ആ ടൈമിൽ ബിജുപാൽ മ്യൂസിക് ഡയറക്ടർ ആളുടെ ചെറിയ അസിസ്റ്റ് ചെയ്യണ പരിപാടി ആളിങ്ങനെയാണ് മ്യൂസിക്കൊക്കെ ചെയ്യുന്നത്. ചുമ്മാ നിൻ്റെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ നാസിൽ എന്നാണ് ആളുടെ പേര്. ഇക്കാക്ക് അറിയാം ഞാൻ ഈ പാട്ട് ഇങ്ങനെ പാടുന്നത്. ഇക്കവിടെ നീ ആ പാട്ടിന് പാടി കേൾപ്പിച്ചു കൊടുക്കും. ഈ പാട്ട് ഞാനിങ്ങനെ ഗിറ്റാറിൽ ലൈവായിട്ട് മഹാരാജാസിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. മഹാരാജാസിൽ പുള്ളി വന്നു, ഞാനും ആ ടൈമിൽ ഞാനവിടെ പഠിക്കണമെന്നില്ല, പക്ഷേ ഞാൻ ആ ടൈമിൽ ചെന്നപ്പോൾ ഞാനത് പാടി കേൾപ്പിച്ചപ്പോൾ ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളി ഭയങ്കര ഇഷ്ടമായി. പുള്ളി പറഞ്ഞത് ഇത് ഏത് പാട്ടാണെന്ന് വെച്ചു, മാറ്റിയത് ഇത് ഏത് പാട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കോളേജിലുള്ളൊരു പാട്ടാണ്, ഇത് ട്യൂണാരാ. ഞാൻ പറഞ്ഞു ട്യൂണിൻ്റെ ആണ്, ഇത് പണ്ടേ മുതൽ എല്ലാവരും പാടി തുടങ്ങുന്നതാണ്, ഇത് ആർക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു അധികം ആൾക്കാർക്കല്ല, എൻ്റെ ഫ്രണ്ട്സിന് മാത്രമല്ല, ഇത് ആരോടും പാടണം, നമുക്ക് സിനിമയിലെടുക്കാൻ. അങ്ങനെയാണ് എന്താ പറയാ, മലയാളികൾക്ക് അറിയത്തില്ലാത്തവരാരും ഇല്ല ഈ ഒരു പാട്ട്. ശരിക്കും അതെനിക്ക് തോന്നുന്നു ഫൈസലിൽ കൂടെ മലയാളികളിലേക്ക് എത്താനായിരിക്കും അതിന്റെ ഒരു വിധി. സത്യം, ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഞാനായിട്ട് ഞാനിരുന്ന് കുത്തിരുന്നുണ്ടാക്കിയൊരു സാധനമല്ല അത്. അത് പുറത്തേക്ക് വരണം എന്നിങ്ങനെ കുറെ കൊല്ലങ്ങളായിട്ട് വെമ്പി നിന്നൊരു സാധനം ഞാൻ അതെ എന്റെ വഴി ഇങ്ങോട്ട് വന്നുള്ളൂ. പക്ഷെ നല്ലൊരു ബലൂൺ നല്ലതായിട്ടാ പൊട്ടിയത് അല്ലേ, നല്ല രീതിയിൽ എല്ലാവരുടെയും മനസ്സിലേക്ക് സോഫ്റ്റ് ആയിട്ട്, ഭയങ്കര തിരമാല അടിച്ചുള്ള ഒരു കേരളല്ലോ കയറിയത്, സോഫ്റ്റ് ആയിട്ട് നമ്മളെല്ലാം സ്നേഹിച്ച് 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 ഉള്ളിലേക്ക് കയറിയ ഒരു പാട്ടാ. അപ്പൊ ശരിക്കും പറഞ്ഞ മോൻ ലിറിക്സ് ഒക്കെ എഴുതോ? ഞാൻ പണ്ട് എഴുതലുണ്ടായിരുന്നു, പിന്നെ ഞാൻ എഴുതുന്നത് അത്ര നല്ലതല്ല, ഞാൻ എഴുത്ത് നിർത്തി. അതിനൊരു കഴിവുണ്ട്, അതിനൊരു കഴിവുണ്ട്. എനിക്കൊരു ഓരോന്നിനും ഓരോ കഴിവുണ്ട്. എനിക്ക് ആ കഴിവില്ലെന്ന് മനസ്സിലാക്കിയ ഒരു ടൈമിൽ ഞാൻ നിർത്തി. ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും എഴുതാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് പേര് എഴുതലുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ശരിക്കും പറഞ്ഞ മ്യൂസിക് ആയിരുന്നു ഏറ്റവും കൂടുതൽ മോന് ഇഷ്ടം എന്ന് പറഞ്ഞത്. പക്ഷെ ആ പൂമരം എന്ന ഫിലിമിൽ ഒരു ക്യാരക്ടർ ചെയ്തില്ലേ? നമ്മുടെ കണ്ണന്റെ ഒരു ഫ്രണ്ട് ആയിട്ട്, കാളിദാസിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ അഭിനയിക്കാനാണോ മ്യൂസിക്കാണോ ഇഷ്ടം? മ്യൂസിക്കാണ്. പിന്നെ അഭിനയിക്കാൻ പറഞ്ഞപ്പോ ചെയ്തേ ഉള്ളൂ? അത് ചെയ്യുന്നുള്ളൂ. അഭിനയിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നത് വെറുതെ. ഇപ്പൊ ഫൈസലിനോട് ചോദിച്ചാ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറയൂല. ഫസ്റ്റ് പ്രിഫറൻസ് അത് മ്യൂസിക്കാണ്. പക്ഷേ അഭിനയിക്കാൻ ഇഷ്ടമില്ലാണ്ടൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പൊ ഒരു സിനിമയിലൊരു നമ്മളുടെ ഒരു മുഖം ഒരു ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സംഭവം മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് അഭിനയത്തിനോട് എനിക്കൊരു എവിടെയെങ്കിലും ഒരു എന്റെ മുഖം കണ്ടിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ സാറ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ കടന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം. അപ്പൊ ആദ്യമൊക്കെ എനിക്കൊരു മടി, കാരണം നമുക്ക് അറിയാത്തൊരു ഫീൽഡാണ് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേറൊരു കല. ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ്, നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണ്. ഇല്ലടാ നീയായിട്ട് തന്നെ ബിഹേവ് ചെയ്താൽ, നീ എത്ര നാൾ എൻ്റെ അടുത്ത് നിന്ന പോലെ തന്നെ ബിഹേവ് ചെയ്താൽ, നീ ആ കോളേജിൽ പഠിച്ചവനാണ്, അപ്പോൾ ആ കോളേജിൽ നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുക. അങ്ങനെ പുള്ളി കുറേ ഇതൊക്കെ തന്നിട്ടാണ് പ്ലാനിലേക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ വേറെ പേരടിക്കും. ശരിക്കും ഫൈസലിന് ഒരു നല്ല ബ്ലെസ്സിങ് ആണ്. മഹാരാജാസ് കോളേജിൽ പഠിച്ചു, കോളേജിൽ ശരിക്കും ഫസ്റ്റ് മൂവിയാണ് ഫസ്റ്റ് മൂവി സ്വന്തം കോളേജിൽ ചെയ്തു, അവിടെ തന്നെ അഭിനയിച്ചു, ആ കോളേജിൽ തന്നെ പാട്ട് ഹിറ്റായി. ശരിക്കും അതൊക്കെ നല്ലൊരു ബ്ലെസ്സിങ്സ്. പാടി അത് തന്നെ പാടി. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നിമിത്തോ എന്തോ ഒരു സിറ്റുവേഷൻ ഏതാണ്ട് ഒരു ബ്ലെസ്സിങ് മാതിരി തോന്നുന്നില്ലേ? ശരിക്കും ഒരു ഭയങ്കര സന്തോഷം തോന്നിയില്ലേ അത്? അല്ലേ? ഷിക്കിം മഹാരാജാലല്ലേ പഠിച്ചേ? അപ്പൊ രണ്ടുപേരും മഹാരാജാ കോളേജിലാണ് പഠിച്ചേ. ആ ഒരു കോളേജ് നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു ഗുഡ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇപ്പൊ പൂമരം ഒന്ന് പറഞ്ഞല്ലോ ഫൈസലിന്റെ കാര്യം. പിന്നെ പറഞ്ഞ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്ന ഫൈസലിനെ കിട്ടി മഹാരാജാസ് കോളേജ്. പിന്നെ ആദ്യം തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പഠിക്കണം എന്നുള്ള. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഭയങ്കര കലാകാരന്മാർ ഒരുപാടുള്ള കോളേജാണ്. നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അവിടെ ചെന്ന് നമുക്കത്
പ്രകടിപ്പിക്കാനുള്ള ഒരു സ്റ്റേജ് ഉണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ള അതേ മൈൻഡുള്ള കുറച്ച് ഗ്യാങ്ങിനെ എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഫൈസലിനെ പരിചയപ്പെടുന്നത്. അതാണ് എനിക്ക് കോളേജ് എന്നുള്ള ഏറ്റവും നല്ല ഗുഡ് എക്സ്പീരിയൻസ്. ശിഖ ശരിക്കും ഈ പറഞ്ഞ പോലെ കുഞ്ഞുനാള് പോലെ അമ്മ തല്ലിപ്പഠിപ്പിച്ച് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനല്ലാതെ? ഞാന് ശരിക്കും ഞാൻ ഡാൻസ് ആയിരുന്നു ആദ്യം, ഡാൻസും പാട്ടും ഉണ്ട്, എന്നാലും ഡാൻസ് ആയിരുന്നു ഭയങ്കര സംഭവമായിട്ട് പഠിച്ചു തുടങ്ങിയത്. സ്റ്റാർട്ടിങ് അതായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടനെ പാട്ട് പഠിപ്പിക്കാനാണ് ടീച്ചർ വീട്ടിൽ വന്നത് ആദ്യം. പിന്നെ ചേട്ടൻ പഠിച്ചില്ല. കേൾക്കുന്നുണ്ടോ? നാട്ടുകാരോട് മുഴുവൻ പറയുക. അതെ, ചേട്ടന് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷെ എനിക്ക് അത്ര കഴിവില്ല. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ ചേട്ടൻ്റെ നല്ലോണം കിട്ടും. അപ്പൊ ഞാനത് മനസ്സിലാക്കി. ഞാൻ അവന്റെ അടുത്ത് ചോദിക്കുമ്പോ ഞാൻ ഇങ്ങനെ സൈഡിൽ പോയിരിക്കും. ടീച്ചർ പാടുമ്പോ അവനൊന്നും കിട്ടില്ല, ഞാൻ പാടും അത്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാനാണ് കൂടുതൽ പാടുക എന്നുള്ളത്. അങ്ങനെ അവരുടെ നിർത്തി, ചേട്ടൻ്റെ പാട്ട് നിർത്തിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഫുൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ക്ലാസ്സിന് പോകാനൊക്കെ. കാരണം അന്ന് ചേട്ടന്റെ മുന്നിൽ ഒരു മിടുക്കി ആവാൻ വേണ്ടി പോയി ഇരുന്നതാ. പിന്നെ അത് ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി. മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ക്ലാസ്സിന് പോകാന്നുള്ള ഒരു സംഭവം ഭയങ്കര മടിയായിരുന്നു. അപ്പൊ മമ്മി ഭയങ്കര ഒരുപാട് വഴക്കായിട്ട് അങ്ങനെ കൊണ്ടുപോകാം. അത് മേടിച്ചരാടി, ഇന്ന് വന്ന് എനിക്ക് ഞാൻ അത് വാങ്ങിത്തരാം. എല്ലാ ക്ലാസ്സിന് പോകുമ്പോഴും എനിക്ക് ഒരു മാല, ഒരു വള, അതൊക്കെ ഓഫർ ചെയ്തിട്ടാ കൊണ്ടുപോവാ. അങ്ങനെ അതുപോലെ തന്നെയാണ് അച്ഛനും എന്നെക്കാളും ഇൻട്രസ്റ്റ് അച്ഛനും അമ്മയ്ക്കും ആണ് എന്നെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെ അവര് കൊണ്ടുപോയി ഒരു നമുക്കൊരു ബുദ്ധിയാവുന്ന ഒരു ഇത് വരെ അവർ നമ്മളെ ഇങ്ങനെ അത് വേണമല്ലോ. ഇപ്പോഴും ബുദ്ധിയൊന്നുമില്ല. ഇപ്പോഴും ഒരാള് ബാക്കിൽ നിന്ന് തള്ളണം. അങ്ങനെ പൊതുവെ മടിയുള്ള ഒരു കൂട്ടത്തില് മടിന്ന് പറയാൻ പറ്റൂല. അത് എനിക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പിന്നിലൊരു ഹാർഡ് വർക്ക് പരിപാടി ഉണ്ടല്ലോ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ, ഭയങ്കര പ്ലേബാക്ക് സിംഗർ ആവണം, ഭയങ്കര ഒരുപാട് നല്ല വർക്കൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളാണ്. പക്ഷെ ഒറ്റയ്ക്ക് എനിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റുന്നില്ല അങ്ങോട്ട്. അപ്പോൾ എന്താ പറയുക, ഇത്ര നാൾ അച്ഛനമ്മയ്ക്കും പറ്റുന്ന പോലെ തന്നെ കുറേ കൊണ്ട് നടന്നു. റിയാലിറ്റി ഷോസിൽ ഇപ്പോൾ സ്റ്റാർ സിംഗർ, അതുപോലെ ഒരുപാട് റിയാലിറ്റി, ഗന്ധർവ സംഗീതം കുഞ്ഞു മുതൽ തുടങ്ങിയതാട്ടാ. ഗന്ധർവ സംഗീതം, രാഗലയം, 2 crore ആപ്പിൾ മെഗാ സ്റ്റാർസ്, അതെല്ലാത്തിലും ഞാൻ റണ്ണറപ്പ് ആയിരുന്നു. പിന്നെയാണ് ലാസ്റ്റാണ് സ്റ്റാർ സിംഗറിൽ വരുന്നത്, ഐഡിയ സ്റ്റാർ സിംഗർ. പിന്നെ അതെ, ഒക്കെ ഫുള്ള് അച്ഛനമ്മ ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. എന്താ പറയാ, അപ്പോൾ കറക്റ്റായിട്ട് ഒരാള് പിന്നാലെ എപ്പോഴും ഒരാള് വേണം. അത് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇത്ര നാൾ അച്ഛനമ്മ ഇനിയിപ്പോ അല്ല. പക്ഷെ എന്നാലും ശിഖയ്ക്ക് നല്ല കഴിവുള്ള ഒരു കുട്ടിയല്ലേ. ഭയങ്കര കഴിവാണ്. അതാണ് അത്. പിന്നെ എന്തായാലും ഫൈസൽ സപ്പോർട്ട് ചെയ്യാതിരിക്കോ? നാച്ചുറൽ. ഞാനുള്ള ഭയങ്കര ഫാനായിരുന്നു. അങ്ങനെ ശിഖയെ കണ്ടുപിടിച്ചേ? കണ്ടുപിടിച്ച ഫാനായിട്ടൊന്നുമല്ല. ഞാൻ ഇവള് സ്റ്റാർ സിംഗിൾ +2 ആ ടൈമിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ചെറിയൊരു വർക്ക്, നമ്മൾ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട്, അപ്പോൾ ഒരു ചാലക്കുടിയിലുള്ളൊരു സ്റ്റുഡിയോ. അപ്പോൾ ഇവിടെ അന്ന് ഏതൊരു സോപ്പിൻ്റെ ആഡിൽ പാടാൻ വന്നേക്കണം സ്റ്റുഡിയോയിൽ. അപ്പോൾ ഞാൻ ഇവള് ഭയങ്കര സെലിബ്രിറ്റിയാണ്. സ്റ്റാർ സിംഗർ ഇങ്ങനെ കത്തിഷിക്കാന്ന് പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ചാടിച്ച ആവേശം മൂത്തുക്കുന്ന ടൈമാണ്. അപ്പം നമ്മളൊന്നും ആരും അറിയില്ല, നമ്മളൊക്കെ വാങ്ങള്. അപ്പോൾ ഞാനെങ്കിൽ ചെറിയൊരു വർക്ക് ആയിട്ട് വന്നപ്പോൾ ഇവളിങ്ങനെ ഉള്ളിൽ പാടാം. അപ്പോൾ ഇവളുടെ അച്ഛനെ കണ്ട്, അച്ഛനോട് ഞാൻ സംസാരിച്ച് പുറത്ത്. അപ്പോൾ ഇവളെ ഞാൻ കണ്ടില്ല. അപ്പോൾ അച്ഛനോട് സംസാരിച്ച് ഞാൻ ഏത് വർക്ക് നടക്കണം, എൻ്റെ മോളാണ് പാടുന്നത്. അപ്പോൾ ഇന്ന് ഷിഖാണോ എൻ്റെ അപ്പം ഷിഖയുടെ അച്ഛനാണല്ലേ ശരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചേട്ടാന്നൊക്കെ കുറേ സംസാരിച്ച് ആള് ഇപ്പോൾ ഇതാണ്, ഇപ്പോൾ ഇന്നൊരു ആഡ് ഉണ്ട്, നാളെ അതുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ ടൈമിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവള് പാടി ഇറങ്ങിയപ്പോൾ ഞാൻ ഇവളോട് സംസാരിച്ചു. അന്ന് സെൽഫി എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഞാനൊരു ഇന്റർവ്യൂവിൽ പറയണത് സെൽഫി എടുക്കുന്ന പരിപാടി ഉണ്ട്, ഞാൻ സെൽഫി എടുത്തന്നെ. ഇവൾക്കാരും ഇവളുടെ അച്ഛനായാലും ഇത് ഓർമ്മയില്ല. ഇപ്പൊ പറഞ്ഞാലും ഓർമ്മയില്ല. അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് കൊണ്ട് താലോലിച്ച് നടക്കാം. ഇപ്പോഴും ആലോചിച്ചിട്ട് ഇവൾക്ക് അച്ഛനും ഓർമ്മ വരുന്നില്ല എന്നെ കണ്ട സാധനം. അച്ഛനോട് ഞാൻ എന്തോരം സംസാരിച്ചു. ഇവളുടെ അങ്ങനെ സംസാരിച്ചൊന്നുമില്ല. ഇവള് നേരെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഞാൻ ഇങ്ങനെ ചിരിക്കുന്നു. അപ്പോൾ ആള് ശരി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ആൾ കാറി കയറി പോകുന്നു. സെലിബ്രിറ്റിയാണ്. അച്ഛനടുത്ത് കുറേ ഇരുന്നിട്ട് ഇവള് പാടുന്ന ടൈമിൽ അച്ഛൻ പുറത്തിട്ട് ഞാൻ കുറെ സംസാരിച്ചു. അച്ഛനാലും വിളിക്കാലും എന്നെ കണ്ടിട്ട് ഓർമ്മയില്ല. പിന്നെ സ്റ്റാർ സിംഗർ കഴിഞ്ഞു.
പിന്നെ നമ്മൾ എല്ലാവരും വേറെ വേറെ വഴിക്ക് പോയി. ഞാൻ +2 കഴിഞ്ഞു, പിന്നെ ഇവിടെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു ട്രിവാൻഡ്രത്ത്. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ നമ്മൾ മറന്നു. ഒരു പ്രണയമൊന്നും അല്ലായിരുന്നു, ഒരു ഭയങ്കര ഫാനായിരുന്നു, ഇഷ്ടമായിരുന്നു, ഭയങ്കര അടിപൊളി സിംഗറാണെന്നുള്ള രീതിയിൽ ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ പോയി പിന്നെ മഹാരാസിലെ ചേർന്നു. അങ്ങനെയാണ് ആള് ജൂനിയറായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ആശിക്കാം, വീണ്ടും നമ്മുടെ ഒരു പഴയ ഫാൻ ലഡു പൊട്ടി. പിന്നെ നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരുന്ന പറഞ്ഞപ്പോൾ കാണാനൊക്കെ ഒരു താല്പര്യമുണ്ട്. കാരണം ഒരു കാലത്ത് ഭയങ്കരമായിട്ട് നിന്ന ഒരാളാണ്. പിന്നെ നമ്മൾ കോളേജിൽ വെച്ച് കണ്ടു. പിന്നെ ആദ്യം ഒരു ഷിഖാന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ, പിന്നെ നമ്മൾ ഫ്രണ്ട്സായി. പിന്നെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് ആള് കയറി. അങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും സൗഹൃദം അങ്ങോട്ട് കൂടുതൽ അടുത്തത് വെച്ചാൽ അത് അറിയാണ്ട് അങ്ങനെ അടുത്ത് പോയി. അല്ല, അങ്ങനെ പറച്ചിലൊന്നും ഉണ്ടായില്ല. നമ്മളറിയാം, അങ്ങനെ പറയാതെ ഞങ്ങൾ അറിഞ്ഞു. അതാ ആദ്യം എന്നോട് തന്നെ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ സാധാരണ പ്രപ്പോസൽ പരിപാടി ഉണ്ടായില്ല, സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫേർട്ട് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോഴുള്ള സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അത് അതേ രീതിയിൽ തന്നെ മനസ്സിലാവുന്ന മറ്റൊരാളെ അടുത്തിരിക്കുമ്പോഴല്ലേ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. കിട്ടും. അങ്ങനെ കിട്ടി ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ എന്തുകൊണ്ടാ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ എന്തുകൊണ്ടാക്കി കൂടാന്നുള്ളൊരു ഒരു ചിന്ത വന്നപ്പോ രണ്ടുപേർക്കും വന്നു. ഞാൻ ആദ്യം പറഞ്ഞോളൂ, വന്നു. പക്ഷെ ആദ്യം വന്നത് ഞാനുള്ള കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ സംഭവം തോന്നിയിട്ടുണ്ടോ. അപ്പൊ ഇവൾക്ക് അത് തോന്നിയിട്ടുള്ളൂ എനിക്ക് നമുക്കറിയാൻ പറ്റുമല്ലോ. ഒരാൾക്ക് നമ്മുടെ അടുത്തൊരു കൂടുതൽ ഇഷ്ടമാണ് നമുക്ക് തോന്നും. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അങ്ങോട്ട് ജസ്റ്റ്. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയാണെന്നല്ല, എനിക്ക് ഇങ്ങനെ സംഭവം തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്നുള്ളൂ, വേറൊരു അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ആ ഒരു അങ്ങനെ ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ ആൾക്കും അല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ടിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് നല്ല എന്നും ഇതാണ്. അപ്പൊ പക്ഷെ എനിക്ക് ഇവൾക്ക് ആ ഒരു സംഭവം എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചു. നമ്മൾ ചെറിയൊരു നമ്പറൊക്കെ ഇട്ടിട്ടാണ് പറഞ്ഞത്. പിന്നെ ആള് അതങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇങ്ങനെ ചില പറയാതെ പോണെന്ന് പറഞ്ഞ കൂടുതൽ പെൺപിള്ളേര് പറയൂല, അധികം പറയില്ല, ഉള്ളിൽ ഇവിടെ ഒരിക്കലും പറയില്ല. കാരണം അറിയാലോ, മതം പ്രശ്നങ്ങൾ അതൊക്കെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പറയുന്ന ആളെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. അവരാണ് എനിക്കെല്ലാം. അപ്പൊ അവരെ വിട്ട് നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിനും ഞാനായിട്ടൊന്നും ചെയ്യില്ല. അത് ഇവിടെ അങ്ങനെ തന്നെ. എന്നാലും പിന്നെ നമുക്കത് വിട്ടുകളയാൻ തോന്നിയില്ല. അതാ പ്രണയത്തിന്റെ മുമ്പിൽ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രണയം മാത്രമല്ല, നമുക്ക് തോന്നൂല നമുക്ക് ഒരാളെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ അന്ന് ചിന്തിച്ച എന്താ പ്രശ്നം എന്ന് അങ്ങനെ തോന്നിയപ്പോഴാണ് പിന്നെ വീട്ടിലൊക്കെ മനസ്സുകൊണ്ട് നമുക്കൊരു നോ ഇല്ല അവിടെ. അതില്ല, വേവ് ലെങ്ത് ഭയങ്കര കറക്റ്റാ. എന്നെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരു കുറച്ച് എന്താ പറയാ, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിനും. പക്ഷെ മോള് ബേസിക്കലി പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ. ഈ കുട്ടികളുടെ ഒരു ടൈപ്പാണ് വെച്ചാല്, ഭയങ്കര സീരിയസ് ആയിട്ട്. ഇന്നസെൻസ് ഒന്നുമല്ല, അങ്ങനെ ഭയങ്കര ഇന്നസെൻസ് ഒന്നുമില്ല. എല്ലാ ഉടായ്പകളും പരിപാടിയൊക്കെ അറിയാം. പക്ഷെ ഒരു ഈ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യുക, അതൊക്കെയാണ് ആളുടെ മെയിൻ പരിപാടി. ഇപ്പൊ ഞാനൊരു വേറൊരു പരിപാടി പറഞ്ഞിട്ടുണ്ട്. ചില ഇവളിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കണം, ഇവിടെ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നിൽക്കണം, വൺ പൊളിക്കാന്നുള്ള രീതിയിൽ നിൽക്കുക. അറ്റേ ടൈമിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കണം, വലിയൊരു ഇപ്പോൾ ഇവിടുത്തെ ഒരു ബെസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അവിടെ മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ട് പറയാണ്, ശിഖ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. ഇവള് ഒരു 80% 90% ഇവള് പറയും ഇവള് ചിലപ്പോൾ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ എടുത്തിട്ട് ഒഴിവാക്കി കളയും, പിറ്റേ ദിവസം വരാന്ന് പറയും. അഹങ്കാരത്തിന്റെ അല്ല, ആ ടൈമിൽ ആൾക്ക് പോവാൻ ഭയങ്കര മടി. പിന്നെ നമ്മൾ പുഷ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ പോയിക്കളെ. ഇതിപ്പോ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് കേൾക്കണ്ട. അല്ല, ഞാൻ ഇത് നടക്കുന്നൊരു കാര്യമല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനത്തെ ഒരു സ്വഭാവം അത് നാളെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോയില്ലെന്നല്ല പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവൾക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഭയങ്കര ഒരു കുസൃതി കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ ആൾ അതിലാണ് ഹാപ്പി. ബാക്കി പരിപാടികളൊക്കെ ആൾ പതുക്കെ അങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അതിൽ നിൽക്കും. ഇപ്പൊ നിങ്ങളൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയിട്ടില്ലേ? അതെങ്ങനെയാ അത് സ്റ്റാർട്ട് ചെയ്തേ?
അത് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, ഫൈസൽ റാസി ലൈവ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ അത്യാവശ്യം കഴിഞ്ഞ പോലെയൊക്കെ അത്യാവശ്യം ഷോസൊക്കെ ചെയ്ത് ഇടയ്ക്ക് ചില ഷോസിൽ നമ്മൾ ആളെ ഫീച്ചറിങ് ചെയ്യും. ഫൈസൽ റാസി ലൈവ് ഫീച്ചറിങ് ശിഖ പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒന്നായി. അപ്പോൾ ഇനി ഫൈസൽ റാസി ലൈവിൽ ഇവള് പാടുന്ന ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു പുതിയ ലൈനപ്പിൽ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു ബാൻഡ് പെർമനൻ്റ്ലി ഉണ്ടാവാറില്ല. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും എന്നും ഒരുമിച്ചാണ്. അപ്പോൾ നമ്മളിങ്ങൊരു പുതിയ ഒരു നെയിമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റാണെങ്കിൽ ഇപ്പോൾ പറയായിരുന്നു. ഞാൻ നിങ്ങളുടെ പറഞ്ഞു നമുക്ക് നെയിം കൺഫേം ആവുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടുന്നല്ലായിരുന്നു. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റായിരുന്നു. ഒരു എൻസൈക്ലോപീഡിയ എടുത്ത് വെച്ച് നോക്കിയാൽ ഡിക്ഷണറി എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം. രണ്ടു മൂന്നെണ്ണം അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു പുള്ളി കേൾക്കുമ്പോ തന്നെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് കേൾക്കട്ടെ. ഞങ്ങൾ അതൊന്നും അല്ലല്ലോ കിട്ടേ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഇതൊക്കെ ആയിരുന്നു പണ്ട് ആൻസിയുടെ ഷോയിൽ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ക്രെഡിറ്റ് പിടിക്കാമല്ലോ. നോക്കി വെച്ച പേരെങ്കിലും പറയൂ. നമ്മള് ക്ലൗഡ് 7 എന്നൊരു പേരുണ്ട്, പിന്നെ തെക്കിനി എന്നൊരു പേര്. ഈ ക്രെഡിറ്റ് ഒക്കെ നമുക്ക് ഇരിക്കട്ടെ, വേറെ ആർക്കും വേണ്ട. അപ്പൊ അങ്ങനെ കുറച്ച് പേരുകളൊക്കെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിലേതൊരു പറഞ്ഞ ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ അതല്ലാത്തൊരു ഫിക്സ് ചെയ്യും. കുറച്ച് നേരമായിട്ട് ഞങ്ങൾക്ക് ഒരു ഫീമെയിൽ പാട്ട് കേട്ടിട്ട് കുഞ്ഞൊരു പാട്ട് പാടൂ. ഞാൻ നിലാവിൽ പാർത്തത് ഉലാവും ഉന്നിളമൈതാൻ ഊഞ്ചലാടുത് ഒരേ നിലാവിൽ പാർത്തത് ഉലാവും ഉന്നിളമൈതാൻ ഊഞ്ചലാടുത്. മതിയോ ചോദിച്ചാൽ ഞാൻ പറയില്ല മതിയെന്ന്. ആരോടോ മ്യൂസിക് മതിയെന്ന് പറയാ. ഞാൻ അങ്ങ് കയ്യിലോട്ടൊക്കെ വീണ് വന്നപ്പോ പെട്ടെന്ന് തന്നെ നോക്കി മതിയാന്ന്. തകർന്നു പോയി കുഞ്ഞെ. ഫൈസലിന് ശരിക്കും ഷിക്കയുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടർ എന്താ ഇഷ്ടപ്പെട്ട? ആള് ഫുൾ പോസിറ്റീവ് ആണ്. ഓൾവേസ് ഭയങ്കര. ഷിക്കയോ തിരിച്ചും അങ്ങനെ തന്നെ ഫുൾ പോസിറ്റീവ് ആണ്. പഠിച്ചിട്ട് വേണം. ഇപ്പോഴാണ് നിങ്ങൾ തമ്മിൽ അറിഞ്ഞത്. നെഗറ്റീവ് കിട്ടാറില്ല. ഷോ എന്താ പറയല്ലേ സത്യമായിട്ടും. ഷിക്കയ്ക്ക് തിരിച്ചോ ശ്രദ്ധക്കുറവ് എന്തെങ്കിലും കാണിക്കുമ്പോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സാക്കുക കളയുക അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലാ. അങ്ങനെ മറന്നു വെക്കുക അതൊക്കെ ഭയങ്കര. അത് എല്ലാവർക്കും ഉള്ളതല്ലേ അല്ലേ? പക്ഷെ എനിക്ക് കുറച്ച് ഒരു മോളിലൊക്കെ പോയിട്ട് ബാഗൊക്കെ കളഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂറൊക്കെ ആയിട്ട് ആലോചിക്കുള്ളൂ. അത് ആലോചിച്ചൊക്കെ നമ്മള് അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിലെത്തി എല്ലാ ഡ്രസ്സുമാര് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ ആലോചിക്കുക അയ്യോ എന്റെ ബാഗ് അവിടെ ഇരിക്കും. അതൊക്കെ ഒരു അക്രമല്ലേ. എത്ര നേരം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് അറിയും. നമ്മള് മോളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഡെക്കാത്തലോൺ എറണാകുളത്ത് ഡെക്കാത്തലോണിൽ പോയിട്ട് ഇതുപോലെ തന്നെ എല്ലായിടത്തും കയറുമ്പോൾ ബാഗ് വെക്കണമല്ലോ. അതും കഴിഞ്ഞ് അത്രയും ബ്ലോക്ക് ചെയ്ത് നമ്മൾ വൈറ്റിലേയും കൊണ്ടുപോയി കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിൽ കാക്കനാട് എത്തി കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കണം എന്റെ ബാഗ് അവിടെ ഇരിക്കും, നമുക്കൊന്ന് പോയി എടുത്തിട്ട് വരാം. പിന്നെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വീണ്ടും കാർ എടുത്താണ്. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് കുറച്ച് ചീത്താക്കും. അപ്പൊ പറയും ശ്രദ്ധിക്കുന്നു പറയും. എങ്ങനെയാണ് ശരിക്കും ഫിലിമിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ്? ഞാൻ ഫിലിമിൽ പാടുന്ന ശരിക്കും സ്റ്റാർസിങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ശരത് സാറ് എന്നെ വിളിച്ചതാണ്. നല്ല പാട്ടുകാരെ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി വിളിച്ചത്. ഒരു ക്രിസ്മസിൻ്റെ അന്നായിരുന്നു, നൈറ്റ് ആയിരുന്നു അതിൻ്റെ റെക്കോർഡിങ്. ഇവിടെ ട്രിവാൻഡ്രം വെച്ച് തന്നെയായിരുന്നു റെക്കോർഡ് ചെയ്തത്. അപ്പം ഫൈസലിന്റെ ഏതെങ്കിലും മൂവിയിൽ ഷിക്ക പാടുന്നുണ്ടോ? ഇതുവരെ പാടിയിട്ടില്ല. പാടിക്കാം. ഇതുവരെ പാടിച്ചില്ല, ഇനിയൊന്ന് നോക്കാതെ അല്ലേ? അല്ല അപ്പൊ ശരിക്കും പൂമരം ഇറങ്ങിയതിന് ശേഷം ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ടുവേർഡ്സ് ഫൈസൽ? റെസ്പോൺസ് എല്ലാവരും ഭയങ്കര നല്ല റെസ്പോൺസ് ആണ്. ഈവൻ എന്താ അറിയോ, അത് പറയാതിരിക്കാൻ പറ്റില്ല ഫൈസൽ. കുട്ടികൾ വരെ കുഞ്ഞു പിള്ളേരുടെ വായിൽ പോലും ഇത് തന്നെയായിരുന്നു. ഫുൾ വേർഡ്സ് എന്ന് പറഞ്ഞ വായിൽ വരികയല്ല, പക്ഷെ എന്നാലും ഇല്ലേ കുഞ്ഞു പിള്ളേർക്ക് പോലും ഭയങ്കര മനസ്സിലാവുന്ന ഒരു പാട്ടാ. എത്ര കൊല്ലങ്ങളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞോട്ട് അത് ഇറങ്ങാനുണ്ടായിരുന്ന അതിനൊരു ജീവനുണ്ട്. ഞാൻ മ്യൂസിക് ചെയ്തു, ഞാൻ പാടി, അല്ലെങ്കിൽ കണ്ണൻ അടിപൊളിയായിട്ട് ലിപ്പ് ചെയ്തു. അതിനേക്കാളൊക്കെ ഉപരി ആ പാട്ടിന് അത് ആ പണ്ട് ചെയ്തപ്പോൾ തന്നെ ആ പാട്ടിന് എന്തോ ഒരു മാജിക് ഉണ്ട്. പാട്ടിനും അതിൻ്റെ ആ വരികൾക്കും എല്ലാത്തിനും ഒരു
മാജിക് ഉണ്ട് അതിന്. എന്തായാലും ഒരു കാര്യമുണ്ട്, നവദമ്പതികൾ വന്നപ്പോൾ എനിക്ക് കാര്യമായിട്ട് തന്നെ തരാൻ പറ്റി. മധുരമാണ് ഫസ്റ്റ് തരണ്ടേ, പക്ഷെ എന്നാലും ഒരു വിരുന്ന് പോലെ തന്നേക്കാം. അതല്ലേ ഏറ്റവും നല്ലത്. അടിപൊളി കേട്ടോ, ഇഷ്ടായ? ഒന്നും പറയാനില്ല. ഫസ്റ്റ് ടൈം ഫൈസൽ കുക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു ഡിഷ് ഏതായിരിക്കും? ഇന്ന് ഫൈസൽ എന്തോട്ടാക്കി കൊടുക്കാം എന്ന് തോന്നി? എന്താ വേണ്ടത്? ആ ബെസ്റ്റ്. ഇവിടെ ഇരുന്നാണ്ട് ചോദിക്കുന്നത് എന്താ വേണ്ടത്? ഒരു സർപ്രൈസ് പോലെ കൊടുക്കാൻ പറ്റുന്നേ. സർപ്രൈസ് ആണെങ്കിൽ ഞാൻ പറയാം, ഗീ റൈസ്, മട്ടൺ, ഇത് കഴിച്ചിട്ട് മട്ടൺ കറി, പിന്നെ ഗ്രിൽഡ് ഫിഷ്. മട്ടൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പക്ഷേ മട്ടൺ നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടുപേരും കൂടി ഇടുവായിട്ട് പാടി തരും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ചേച്ചീനെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. അയ്യോ കുഞ്ഞ കാര്യമായിട്ട് ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കും. ഭയങ്കര സുന്ദരിയാണ്. നേരിട്ട് കാണുമ്പോൾ എന്തൊരു വീട്ടിൽ കൊണ്ട് എടുത്ത് വെച്ച കുറച്ച് കഷ്ണം ഉണ്ട്, കൊടുക്കും. അതൊക്കെ എടുത്തു സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. ചേച്ചി സ്ഥലം കോട്ടയമാണോ? പക്ഷെ ഞാൻ വളർന്നതൊക്കെ നിങ്ങളുടെ മീൻകറി അടിപൊളി കേട്ടോ. ചുമന്ന മീൻകറി ഇച്ചിരി നിങ്ങളുടെ എരിവുള്ള മീൻകറി കുറച്ച് കൂട്ടത്തില, നമ്മുടെയൊക്കെ മുകളിൽ നിൽക്കും. ഇച്ചിരി എരിവുള്ള കൂട്ടത്തില. അത് ഈ പറഞ്ഞ പോലെ തന്നെ ബീഫ് പോലത്തെ അതെല്ലാം ഒരു കുറച്ച് എന്നാ പറയാ, എല്ലാവർക്കും ഓരോ ട്രഡീഷണൽ ഫുഡ് ഉണ്ട് അല്ലേ. മുസ്ലിംസിനുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്, ഹിന്ദുസിനുണ്ട്. ഹിന്ദുസിന്റെ ഈ പറഞ്ഞ പോലെ സദ്യയൊക്കെ വെല്ലാൻ ആർക്കും പറ്റില്ല. ശരിയാ. എനിവേ ചിക്കൻ കഴിച്ചു കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് നിർത്തുന്നല്ലേ മതി കഴിച്ചത്. അയ്യോ അങ്ങനെ പറഞ്ഞല്ല, എനിക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു കേട്ടോ. സത്യം എച്ചില് വായിലൊന്നും പാടാൻ പാടില്ല എന്നൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാനൊരു ഗുരുത്വം നോക്കിയാലും പറ്റൂല അല്ലേ, അതും തെറ്റ്. നല്ലതാ. मेरे दिल को तुम भा गए, मेरे क्या देश में गता, मुझे जिसने तड़पा दिया यही थी वो जालिम मदा, यही थी वो जालिम मदा, ये राजा की बातें ये जिसने के कैसे अलग तो नहीं है, यही दोस्ती है। इशारों इशारों में दिल लेने वाले बताए हुनर तूने सीखा कहाँ से, निगाहों निगाहों में जादू चलाना मेरी जान सीखा है तुमने जहाँ से, इशारों इशारों में दिल लेने वाले बताए हुनर तूने सीखा कहाँ से. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. ബിക്കോസ് പഴയ പാട്ടുകളില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേച്ചി കൂടെ പാടുന്നുണ്ടായിരുന്നു. ആ ഭയങ്കര നിങ്ങൾ ചിലപ്പോ പാട്ട് പാട്ട് പാടുന്ന ചേച്ചി. പിന്നെ നമുക്ക് ഈ ഷോ എത്ര കുറച്ചാളും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞല്ലേ, അതങ്ങ് പൊക്കോട്ടെ. ഇല്ലെങ്കിൽ എന്റെ പ്രേക്ഷകർ ഇന്ന് പറയും നിർത്തിക്കോ, അവിടെ പാചകം വിട്ടിട്ട് പാട്ട് തുടങ്ങിയത്. അതിലും ഭേദം വേണ്ട മോളെ, ആസ്വദിക്കും എന്നല്ലാതെ ഇത് വിട്ടിട്ടൊന്നും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ദൈവം തമ്പുരാൻ അതിനുള്ള ഒരു കഴിവ് തന്നിട്ടില്ല. പക്ഷെ എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിവേ ഐ എം സോ ഹാപ്പി, താങ്ക്ഫുൾ ടു യു ബോത്ത് ഓഫ് യു. അതുപോലെ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യല്ലേ, ഞങ്ങൾക്ക് അനു ചേച്ചിയല്ല ആദ്യമായിട്ട് വിരുന്ന് വരുന്നേ അല്ലേ. ഞങ്ങൾക്ക് അനുഗ്രഹം, ദൈവാനുഗ്രഹം. ഭയങ്കര ഭാഗ്യം. അതാണ് മോളെ. ഇപ്പൊ ഞാൻ പറയുക ഒരു ചേച്ചി നിലയ്ക്ക്
ഭഗവാൻ എല്ലാ അനുഗ്രഹവും തരട്ടെ, എല്ലാ ബ്ലെസ്സിങ്സും തരട്ടെ. ഒരു വലിയ പ്ലേ ബാക്ക് സിംഗർ ആവട്ടെ, ഒരു വലിയൊരു മ്യൂസിക് കമ്പോസർ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് വരിക. പിന്നെ ബാൻഡിന്റെ പേര് ഇതിലേതെങ്കിലും ഒന്ന് ഇടണം കേട്ടോ. ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം ഈശ്വരൻ വിട്ടുകൊടുക്കുക. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മുടെ ഒരു മ്യൂസിക്കൽ നൈറ്റ് ആയിരുന്നു. പക്ഷെ ഒത്തിരി പാട്ടൊന്നും കിട്ടിയില്ലെങ്കിലും പക്ഷേ കുഞ്ഞുങ്ങൾ എന്താ പറയുക, എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊരു എന്താ പറയുക, ഒരു വിരുന്ന് കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതേപോലെ ഒരുപാട് ഭാഗ്യങ്ങൾ നിറഞ്ഞ നല്ല നല്ല എപ്പിസോഡ് ആവട്ടെ ഇനി വരാൻ പോകുന്നത്.